ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂഫ്. മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിലെ ഓർഗാനിക്കിന്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് ഓർഗാനിക്കിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓർഗാനിക്കിന്റെ ഫസ്റ്റ്, അതായത് നമ്മുടെ 6th ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്കായിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണാം. അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നല്ല മക്കളെ, നമുക്ക് ആ ചാപ്റ്ററിൽ 5 പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ്, അതായത് രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ലേ. അപ്പോൾ ആ രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ തന്നെ അതിന്റെ നെയിംസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതൊരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ഇതേമാതിരി 3 ബോക്സ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഇതുപോലെ ചോദിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ബോക്സ് ആയിട്ട് ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഈ റിയാക്ടൻസും പ്രൊഡക്ട്സും, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും, ഇതെല്ലാം ഒന്നിച്ചെങ്ങാണ്ട് ഇവിടെ ഞാൻ താഴെ തന്ന പോലെ, ഞാനിപ്പോൾ ഇതിൽ 4 ഇക്വേഷൻസ് ആണ് ഈ മാച്ച് ദ ഫോളോയിങ്ങിലുള്ളത്. 5ാമത്തെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രാസവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പോൾ തരും. ഇതുപോലെ തന്നിട്ട് അടുത്ത ബോക്സിൽ അങ്ങോട്ടും മാച്ച് ചെയ്യാനായിരിക്കും ചിലപ്പോൾ തരാം. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് റിയാക്ഷൻസ് തരും, അപ്പുറത്തെ റിയാക്ഷൻസിന്റെ നെയിം എഴുതേണ്ടി വരും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇതുപോലെ നമുക്കൊരു റിയാക്ഷൻ തരും. ആ റിയാക്ഷൻസിൽ ഫസ്റ്റ് നമുക്കറിയാം എന്താണ്, ഈ ഗ്യാസിന്റെ ഇപ്പുറത്തുകൾ ലെഫ്റ്റിലുള്ളത് നമ്മുടെ റിയാക്റ്റൻസ്, അതായത് അഭികാരങ്ങളാണല്ലോ. അപ്പോൾ അഭികാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകും. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ ചിലപ്പോൾ 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ പ്രോഡക്റ്റ്, ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ട് അത് ഫില്ല് ചെയ്യാനുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സാധനം തന്നിട്ട് ഇതിന്റെ നെയിം എന്താണ്, റിയാക്ഷൻ നെയിം എന്താണെന്നൊക്കെ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഈ വരുന്ന SLC പരീക്ഷയിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾ എന്തായാലും ഇത് പഠിക്കാം. നമുക്ക് ചെറിയ ട്രിക്കുകളിലൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇവിടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഫസ്റ്റ് നമ്മുടെ ഉടായ്പ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ റിയാക്ടൻസുകൾ ഉണ്ടല്ലോ, അഭികാരങ്ങളെ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഇതാ CH4 + Cl2 അല്ലേ. അതേപോലെ രണ്ടാമത്തത് NCH2, പിന്നെ ദിബന്ധനം, അതായത് നമ്മുടെ ഡബിൾ ബോണ്ടിങ് CH2 അല്ലേ. അടുത്തതിൽ CH3 CH ഡബിൾ ബോണ്ടിങ് CH2 + Cl2. ദെൻ അടുത്തത് CH3 CH2 CH3 അല്ലേ. അപ്പോൾ നമ്മളിത് വായിച്ചപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു സാധനം കണ്ടോ, N. അത് കണ്ടില്ല മക്കള്, നിങ്ങൾ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണെങ്കിൽ അതിലൊരു N ഉണ്ടോ നോക്കുക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതല്ല ഉദ്ദേശിച്ച തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിയാക്റ്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ അഭികാരങ്ങളിൽ N എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പ്രോഡക്റ്റിലും N ഉണ്ടായിരിക്കും. ഓക്കെ, എന്താ നമ്മൾ മനസ്സിലാക്കിയത്, റിയാക്റ്റൻസിൽ N വരുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിലും N ഉണ്ടായിരിക്കും, അത് ഉൽപ്പന്നത്തിലും N ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇതിൽ N വരുന്ന ഏതാ നോക്കുക. ഇവിടെ നോക്കിയാൽ കള്ളൻ ഒളിച്ചിട്ട് വേണ്ടിയില്ലേ. അപ്പം പിന്നെ ഒന്നും നോക്കാൻ ഹബീബി. സോ ഇതാണ് മാച്ചിങ്. അപ്പോൾ മക്കളെ, ആദ്യത്തോടായി പോയിട്ടില്ലേ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ 2 ഇക്വേഷൻ, 1-2 ഇക്വേഷനും കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക മക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇതെന്നെ വരണമെന്നില്ല, ചിലപ്പോൾ അത് വരും. അപ്പോൾ ടെക്നിക്ക് എത്രയേ ഉള്ളൂ, ഇവിടെ N വികാരങ്ങളിൽ, അതായത് റിയാക്ടൻസിൽ N വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോഡക്റ്റ് ഉൽപ്പന്നത്തിലും N ഉണ്ടാവും. ഉറപ്പിച്ച് കൺഫേം അല്ലേ. ഇനി നമുക്ക് ഒരു കോളം കൂടി പഠിക്കാനേ മക്കളെ, അതായത് ഈ ഒരു ഇക്വേഷൻ വരുന്ന ഈ ഒരു റിയാക്ഷന്റെ പേരറിയണ്ടേ. ആ പേരെന്താന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. അതിന്റെ പേരാണ് പോളിമറൈസേഷൻ. ഓക്കെ, അതായത് N വരുന്ന N ഉൽപ്പന്നവും അതേപോലെ പ്രോഡക്റ്റിലും N വരികയാണെങ്കിൽ ഉറപ്പിച്ചോ അതെന്തായിരിക്കും, അത് പോളിമറൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഇക്വേഷനും കൂടി മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് സെറ്റ് അല്ലേ മക്കളെ, സെറ്റ് അല്ലേ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. സബ് ചെയ്യണോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ഉടായ്പ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ റിയാക്ടൻസ് ഉണ്ടല്ലോ അഭികാരങ്ങളെ, അതിൽ ഡബിൾ ബോണ്ട്, അതായത് ദ്വിബന്ധനമോ അതല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അതായത് ത്രിബന്ധനമോ ഉണ്ടോ എന്ന് നോക്കലാണ്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 ഹൈഫൺ ഉണ്ടെങ്കിൽ ഡബിൾ ആണ്, 3 ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ, കണ്ടില്ലേ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതേപോലെ ഇതിലുണ്ട്. പക്ഷേ ഇത് എസംഷണൽ കേസാണ്. ഇവിടെ ഒരു മച്ചാൻ N എന്ന മച്ചാൻ ഉണ്ട് നമുക്കറിയാം. അപ്പം പിന്നെ നമ്മൾ ഇതിൽ നോക്കണ്ട, N ഇല്ലാത്ത ഡബിൾ ബോണ്ട് ഇത് മാത്രമല്ലേ ഉള്ളത്. അങ്ങനെ നമ്മുടെ റിയാക്ടൻസ് അഭികാരങ്ങൾ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ ആ റിയാക്ഷന്റെ പേര് അഡീഷൻ എന്നായിരിക്കും. ഓക്കെ, എന്താണ് അഡീഷൻ. അപ്പം മക്കൾ മനസ്സിലാക്കുക, ഇതുമായി മാച്ച് ചെയ്യുന്നത് അഡീഷൻ ആണ്. നമുക്ക് ഏറെ ചേർക്കാം. അതിനു മുമ്പ് നമുക്ക് അതിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും സിംഗിൾ ആയിരിക്കും, അതായത് ഒരൊറ്റ പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ, പ്ലസ് ഉണ്ടാവില്ല. അത് മാത്രം നോക്കിയാൽ മതി, ഇവിടെ വേറെ നോക്കണ്ട. പ്ലസ് പ്രോഡക്റ്റിന്റെ ഇതിൽ പ്ലസ് ഇല്ലാത്തത് എന്താണോ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ പ്ലസ് ഇല്ലാത്ത നോക്കാം. ഇതിന് പ്ലസ് ഇല്ലല്ലോ, ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ N വന്നിട്ടുണ്ട്. N വന്നാൽ പിന്നെ ഉറപ്പാ ഇപ്പുറത്തെ N ഉള്ളതിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. എന്നാൽ N ഇല്ലാത്ത പിന്നെ ഇതിൽ നോക്കിയാൽ ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെയും പ്ലസ് ഉണ്ട്. അപ്പോൾ ഈ 2 ചങ്ങന്മാരെല്ലാം ഉറപ്പിച്ചു. ഇതിൽ നോക്കിയാൽ മക്കളെ, ഇതിൽ പ്ലസ് ഉണ്ടോ, ഇല്ല, ഒരൊറ്റ കോമ്പൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഏതിന്റെ പ്രോഡക്റ്റ്, ഇതിന്റെ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണ് അല്ലേ. സോ
ഇതിന്റെ പേരാണ് അഡീഷൻ. കിട്ടിയില്ല മക്കളെ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ആയില്ലേ? ഇനി മക്കളെ നമുക്ക് 2 കോളം കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഈ ഫസ്റ്റത്തെ കോളവും അതേപോലെ ലാസ്റ്റത്തെ കോളവും. ഇതിൽ നമുക്ക് ഉഡായിപ്പിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഒരു സംഭവമാണ്. ഇതിൽ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയാടാ, ഇവിടെ നമുക്ക് ഒറ്റ കോമ്പൗണ്ടല്ലേ ഉള്ളൂ, പ്ലസ് ഒന്നും ഇല്ലല്ലോ, ഒരൊറ്റ കോമ്പൗണ്ട്, ഒരൊറ്റ സംയുക്തമേ ഉള്ളൂ. നമ്മുടെ റിയാക്ടൻസ് അതായത് അഭികാരങ്ങൾ ഒരൊറ്റ കോമ്പൗണ്ട് ഉള്ളൂ അല്ലേ? ഇങ്ങനെ ഒരൊറ്റ കോമ്പൗണ്ട് ഉള്ളെങ്കിൽ മക്കൾ കണ്ണടച്ചുറപ്പിച്ചോ, ഇത് തെർമൽ ക്രാക്കിംഗ് അതായത് താപീയ വിഘടനമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. തെർമൽ ക്രാക്കിംഗ് അതായത് താപീയ വിഘടനത്തിൽ നമ്മുടെ റിയാക്ടൻസ് അതായത് അഭികാരങ്ങൾ ആകെ സിംഗിൾ കോമ്പൗണ്ട്, ഒരൊറ്റ സംയുക്തം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പ്ലസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി, പ്ലസ് ഉണ്ടോ പ്ലസ് ഇല്ലേ, അത് മാത്രം നോക്കിയാൽ മതി. ഇതിൽ പ്ലസ് ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പേര് താപീയ വിഘടനമാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടേ? അതിനും സിമ്പിൾ ആണ്. താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് ആണെങ്കിൽ മക്കൾ മനസ്സിലാക്കിയാൽ മതി അതിന്റെ പ്രോഡക്റ്റ്. ഇതുപോലത്തെ വേറെ ഇക്വേഷൻ കൂടി അതും മക്കൾ പഠിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ടൈപ്പ് വഴിയുണ്ട്. അതിന് 2 പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അതിൽ ഒരു പ്രോഡക്റ്റ് സിംഗിൾ ബോണ്ട് ഏകബന്ധനവും, അതുപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റ് ദ്വിബന്ധനം അതായത് നമ്മുടെ ഡബിൾ ബോണ്ടും ആയിരിക്കും. ഇവിടെ നോക്കിയാൽ മക്കളെ, ഇതിൽ നോക്കിയാൽ ഇവിടെ CH4 എന്നുള്ള സിംഗിൾ ബോണ്ട് അല്ലേ, ഏകബന്ധനമാണ്. ഇവിടെ ഈ ഒരു ചിഹ്നം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ദ്വിബന്ധനം, ഇത് ഡബിൾ ബോണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഈ പ്ലസ് കണ്ടാലേ നമുക്ക് ഒന്നിലധികം കോമ്പൗണ്ട്, 2 കോമ്പൗണ്ട് ഇല്ലേ. അപ്പൊ മനസ്സിലാക്കുക 2 പ്രോഡക്റ്റുകൾ ഉണ്ട്, അതേപോലെ തന്നെ അതിലൊന്ന് സിംഗിൾ ബോണ്ടാണ്, മറ്റൊന്ന് ഡബിൾ ബോണ്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച മക്കളെ ഇതാണ് എന്ത്, നമ്മുടെ തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇങ്ങനെ കണ്ട് ജോയിൻ ചെയ്യാം അല്ലേ? പ്രശ്നം കഴിഞ്ഞ്. ഇനി മക്കളെ നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന പ്രകാരം നമുക്ക് ആകെ 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അതായത് ഇത് നേരെ ഇവിടേക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഇതിങ്ങോട്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെ, ആദേശ രാസപ്രവർത്തനമാണ്. CH4 + Cl2 എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ടൻസ് കൂടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആ പ്രോസസ്സിന് ഇതാണ് പേര്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന് പകരം ഞാൻ ഇവിടെ ലാസ്റ്റ് ഇതിലില്ലാത്തതുകൊണ്ടാണ് 5 ഇക്വേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റത്തെ ഇവിടെ ഇട്ടത്. ഇതാണ് മക്കൾക്ക് വരുന്നെങ്കിൽ അതിനൊരു ടൈപ്പ് വഴിയുണ്ട്, പേടിക്കേണ്ട. സോ അതെന്താന്ന് വിചാരിച്ചാൽ ഇവിടെ മക്കൾ നോക്കി, CH4നോട് ഓക്സിജൻ ആണ് കൂടിയത്. ഒറ്റ ഓക്സിജൻ അല്ലേ? അപ്പോൾ ഓക്സിജനും അതേപോലെ CH4 ആണ് റിയാക്ടൻസ് എങ്കിൽ അഭികാരങ്ങൾ ഒന്നും നോക്കണ്ട, അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഓക്കെ, ഇതങ്ങോട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതിന്റെ പ്രോഡക്റ്റിന്റെ പേര് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനമാണ്, കത്തല്. ഓക്കെ, സോ CH4 + O2 നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയും CH4 ഉണ്ട്, പക്ഷേ ഇവിടെ ക്ലോറിൻ ആണ്, ഇവിടെ O2 ആണ്. അപ്പോൾ O2 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, O2 CO2 O2 CO2 ഇത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ O2 ഉണ്ട്, ഇവിടെ O2 ഉണ്ടല്ലോ അല്ലേ, അത്ര മനസ്സിലാക്കിയാൽ മതി, വേറെ കാര്യമായിട്ടൊന്നും ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ നേരെ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. നമ്മൾ അകത്തേക്ക് ഓക്സിജൻ വലിക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു, ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഉഡായിപ്പ്. അപ്പോൾ മക്കളെ സെറ്റ് അല്ലേ, ഫുൾ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തായാലും മക്കളെ ഇതുപോലുള്ള ഉഡായിപ്പ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോകളൊക്കെ ടൈം ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.